എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നത് നമ്മുടെ ഉടമ്പടി എടുത്തവരുടെ ഉടമ്പടിയുടെ ഡ്രൈവിംഗ് പഠിക്കുന്നത് ഉടമ്പടി ധ്യാനത്തിലാണ്. വണ്ടി വാങ്ങിച്ചിട്ട് കാര്യമില്ല, ഡ്രൈവിംഗ് പഠിക്കണ്ടേ. ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞാലും വണ്ടി വാങ്ങിച്ച പോലെ ആകത്തുള്ളൂ. വണ്ടി വാങ്ങിച്ചാൽ പിന്നെ ഡ്രൈവിംഗ് പഠിക്കണം, പിന്നെ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ടായിരിക്കണം, ടെസ്റ്റ് പാസ്സാകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉടമ്പടി ധ്യാനങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എപ്പോഴും. ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഈ ആഴ്ചയിൽ ഈശോ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പറയണത്. അല്ല ഞാൻ എവിടുന്നെങ്കിലും നോക്കി വായിക്കുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ബൈബിൾ സ്വന്തമായത് ബൈബിൾ മാത്രമേ വായിക്കത്തുള്ളൂ. ബൈബിളിനെ വായിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ആ വിഷയത്തിൽ വന്നാൽ സഭ അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് നോക്കും. സഭയുടെ പുസ്തകങ്ങളുണ്ട്, സഭയുടെ കമൻട്രീസ് ഉണ്ട്, കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ഉണ്ട്. സഭയ്ക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ പഠനങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് സംശയം വന്നാൽ ഞാൻ സഭയുടെ സ്റ്റാൻഡ് പിന്നെ പറയത്തുള്ളൂ ആ വിഷയത്തിൽ. പക്ഷെ അതേസമയം തന്നെ ഉടമ്പടിയിൽ എപ്പോഴും ഇതൊരു പുതിയ ദൈവ സംവിധാനമാണ്. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയൻ ബേസിൽ ഇതൊരു നമ്മളുടെ ധ്യാനം നമുക്കറിയണം നമ്മളെന്താ ചെയ്തിരിക്കണം. നമ്മൾ എടുത്തിരിക്കുന്നത് മരിയൻ കവനൻ്റാണ്. മാതാവിലൂടെ വെളിപ്പെട്ട മനുഷ്യൻ്റെ അനുദിന ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്ന ആധ്യാത്മിക പരിചരണം, അതാണ് മരിയൻ ഉടമ്പടി. ഉടമ്പടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പഴയ നിയമ ഉടമ്പടിയും. പഴയ നിയമ ഉടമ്പടിയുടെ അടിസ്ഥാനം അതിൻ്റെ ആക്ടിവേഷൻ ഫോക്കസ് വാഗ്ദാന പേടകവുമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യനെ സംലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതു സംവിധാനമായിട്ടാണ് ആർക്ക് ഓഫ് ദി കവനൻ്റ് വരണത്. ഇപ്പം പരിശുദ്ധ കുർബാനയും വാഗ്ദാന പേടകമാണ്, പരിശുദ്ധ അമ്മയും വാഗ്ദാന പേടകമാണ്. ഈ രണ്ട് മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാകും. അപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാകുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാകല്യത്തിൻ്റെ പേരാണ് ക്രിസ്തു. അപ്പോൾ ഉടമ്പടി അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്യണത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിൻ്റെ വിഷയം എന്ന് പറയണത് ക്രിസ്തു ഒരേ സമയത്ത് തന്നെ നന്മയുമാണ്, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സുമാണ്, ഗ്രേസുമാണ്. അതിന് എല്ലാം കൂടി ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ. രക്ഷ പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ദൈവത്തെ സ്വീകരിക്കുന്നതിനെ, ദൈവത്തിൻ്റെ ദൈവാനുഭവത്തിന് ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ പ്രാപിക്കുക. ദൈവാനുഭവത്തിന് ബൈബിള് ദൈവാനുഭവം എന്നല്ല പറയണത്, മറിച്ച് രക്ഷ പ്രാപിക്കുക എന്നാണ് പറയണത്. ഈ രക്ഷ പ്രാപിക്കുന്നതിന് പുതിയ നിയമത്തിലെ അനുതാപത്തിലാണ് അതിൻ്റെ ആദ്യ പാഠം തുടങ്ങുന്നത്. അനുഗ്രഹത്തിൻ്റെ ആദ്യ പാഠം പഴയ നിയമത്തിലെ അനുതാപമായിരുന്നു. നിങ്ങളെ അനുതപിച്ചാൽ ഐശ്വര്യം, ബ്ലെസ്സിങ്സ് പ്രാപിക്കുമെന്ന്, ഫിസിക്കൽ ഫേവേഴ്സ്. അപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്നത് നമ്മളിന്ന് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഫിസിക്കൽ ഫേവേഴ്സാണ്. അനുഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്ന ഫിസിക്കൽ ഫേവേഴ്സാണ്. ഈ ഫിസിക്കൽ ഫേവേഴ്സിന് പഴയ നിയമത്തിൽ ഫിസിക്കൽ ഫേവേഴ്സിന് അതിൽ തന്നെ എൻറ്റിറ്റി ഉണ്ടായിരുന്നു.
അതിൽ തന്നെ ദൈവികമായ രക്ഷയുണ്ടായി. പുതിയ നിയമകാലം വന്നപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സിനെ ക്രിസ്തുവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് രക്ഷയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർക്ക് ഫിസിക്കൽ ഫേവേഴ്സ് അനുഭവവേദ്യമല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സക്കേവൂസിനെ കൊടുക്കണത് 2 ഗ്രേസും കൊടുക്കുകയാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറയാം അല്ലേ? 19:9 ലൂക്കായുടെ സുവിശേഷം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 19:9. യേശു അവനോട് പറഞ്ഞു, യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇപ്പം രക്ഷ കൈവരിക, രക്ഷ ലഭിക്കുക, രക്ഷ പ്രാപിക്കുക നമുക്ക് ലഭിക്കുന്നൊരു വിഷയമാണ്. അപ്പം നമ്മൾക്ക് ബൈബിൾ വെളിപാടിൽ നമ്മൾക്ക് ലഭിക്കുന്നത് രക്ഷയാണ്. രക്ഷ എന്ന ബൈബിൾ പറയണത് അതിൻ്റെ അകത്ത് ഇപ്പം സക്കേവൂസ് നല്ല ധനാഢ്യനാണ്. അപ്പം ധനം കൊണ്ട് മാത്രമല്ലല്ലോ, ധനമൊക്കെ പോകാൻ ഒരു ജലദോഷം, വെടിപ്പായിട്ടൊരു ജലദോഷം വന്നാൽ അമ്പാനിയുടെ കയ്യിൽ പോലും കാശുണ്ടാകത്തില്ല. 5000 രൂപ, 1 കോടി രൂപ മുടക്കി കല്യാണം നടത്തിയെങ്കിലേ വൃത്തിയായിട്ടൊരു ജലദോഷം വന്നാൽ മുടക്കാനുള്ള കാശുണ്ടാകത്തില്ല. കാര്യം അതുകൊണ്ടല്ലേ ആൾക്കാർ മരിച്ചു പോണത്, കയ്യിരിക്കണ കാശ് മുതലാകാത്ത കൊണ്ടല്ലേ. അതാണ് വിഷയം. അപ്പം ധനം ഇപ്പോൾ സക്കേവൂസ് ധനം ഉണ്ടെന്നേ ഉള്ളൂ. ക്രിസ്തു പറയണത് ധനത്തെ നിലനിർത്താനും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നിത്യത വരെ നിലനിൽക്കാനും വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് ബൈബിള് രക്ഷയെ പറയണത്. അതാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയെ വന്നിരിക്കുന്നത്. അപ്പം ഭവനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഭവനമൊക്കെ നിങ്ങൾ ഡൈവേഴ്സൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. കാര്യം ദൈവത്തിന് എപ്പോഴും ഇഷ്ടം ഇൻഡിവിജ്വൽ ബ്ലെസ്സിങ്സിനേക്കാൾ ഉപരി അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കുടുംബമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അനുഗ്രഹം കിട്ടാൻ എളുപ്പമുള്ളൊരു മാർഗം ഒരു ഭവനത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് കിട്ടണത്. ദൈവം ഒത്തിരി കൊതിക്കുന്നുണ്ട് ഭവനമായി നമ്മൾ നിലനിൽക്കാൻ. നിങ്ങളൊത്തിരി കൊതിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോകാൻ. അതാണ് ഒരു വ്യത്യാസം വരേണ്ടത്. ഇപ്പോൾ ദൈവത്തോട് യോജിക്കണം. കാര്യം ഈ വയസ്സ് 1-2 പ്രസവിച്ച് കഴിയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർക്ക് ജോലിയുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾ ഡിസ്റ്റർബൻസ് ഇല്ല, ആരും ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, ഭർത്താവിനെ ചുമക്കണ്ട, ഭർത്താവിൻ്റെ അപ്പനെ ചുമക്കണ്ട, അമ്മയെ ചുമക്കണ്ട. ഇത് തറവാട്ട് വീട്ടിലാണെങ്കിൽ കയറി ഇറങ്ങണ നാത്തുമാരെ ചുമക്കണ്ട, വെള്ളം ഫ്രീ ആയി. എവിടെയെങ്കിലും നമ്മളെ കിട്ടുന്ന ശമ്പളം എടുത്തൊരു വാടകയ്ക്ക് വിട്ടി പോയി കഴിഞ്ഞാൽ ഈസിയാണ്. പക്ഷേ അതോടുകൂടി നിൻ്റെ ബ്ലെസ്സിങ്സ് ബ്ലോക്ക് ആവും. കാര്യം ഭവനത്തിനാണ് അലോട്ട്മെൻ്റ് ഉള്ളത്. നിങ്ങൾ ബൈബിൾ പഠിക്കണത് എന്തിനാ? ദൈവത്തിൻ്റെ മനസ്സ് പഠിക്കാനാണ്. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങളെല്ലാവരെയും ഭവനമായി നിലനിർത്തണമേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭവനത്തിൻ്റെ സാക്ഷ്യം കേട്ട്, പേര് സാമുവൽ സിബി. ഈ ആഴ്ചത്തെ ഏറ്റവും ബെസ്റ്റ് സാക്ഷ്യങ്ങളൊന്നാണ് സാമുവൽ സിബിയുടെ സാക്ഷ്യം. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. അദ്ദേഹം പറയണത് ഞങ്ങൾ എവിടെയായിരുന്നാലും കുടുംബമായിട്ടാണ് നിലനിൽക്കണമെന്ന്. അത് ഭയങ്കരമാണ്. ഞങ്ങൾ എവിടെയായിരുന്നാലും ആ സന്ധ്യ ആകുമ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ പ്രെയർ ചെയ്യും. കുടുംബത്തിൻ്റെ ഒരുമിച്ച് ഭക്ഷിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയണത് കുടുംബത്തിൽ ഏറ്റവും നിങ്ങൾ കൊതിക്കണം. ഈ സാമൂഹ്യം പറയുന്നൊരു സംഭവമുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും 6:30 വീട്ടിൽ വരാൻ നോക്കും. അപ്പനാണ് പറയണത് നോക്കണം. സാധാരണ അപ്പന്മാരാണ് വരാത്തത്.
സാധാരണ അപ്പന്മാരാണല്ലോ വീട്ടിൽ വരാൻ താമസിക്കുന്നത്, ഓരോ കാര്യം പറഞ്ഞ് മുടങ്ങണത്. അമ്മമാരൊക്കെ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ സാമൂല പറയണത്, ഞങ്ങൾ എവിടെ പോയാലും, ഞാൻ പോയാലും വൈഫ് പോയാലും മക്കൾ പോയാലും, ഞങ്ങൾ 6:30 മണിക്ക് മുമ്പ് വീട്ടിൽ കയറാൻ നോക്കും. എന്താ കാര്യം? കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന്. എന്നാ രസമൊക്കെ കേൾക്കാൻ. ആ സാമൂഹിക സാക്ഷി നിങ്ങൾ കേൾക്കണം, നല്ല ഹൃദ്യമാണ്. എൻ്റെ താഴെയുള്ള ആൾക്കാരുടെ കമൻറ്റ്, ഈ അപ്പൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്ന്. അപ്പന്മാർ സാക്ഷ്യം പറയുമ്പോഴേ കേൾക്കുന്ന ആൾക്കാരുടെ കണ്ണ് നിറയണേ. അപ്പോൾ എന്തൊരു അഭിഷേകം അതിൻ്റെ അകത്ത് വന്നിരിക്കണത്. അപ്പോഴാ ഒരു ഭവനമായി ദൈവതിരുസന്നിധിയിൽ ടാപ്പിംഗ് അലോട്ട്മെൻ്റ് ഉള്ളത് ഭവനത്തിനാണ്. അതുകൊണ്ട് തന്നെ ഭവനമായി നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കാത്തവരും കഴിക്കാൻ പോകുന്നവരും കഴിച്ചിരിക്കുന്നവരുമൊക്കെ ദൈവ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നുവെന്നുള്ള ചിന്തയാണ് വേണ്ടത്. ഇനി എനിക്ക് 4 പേരുടെ കൃപയാണ്, ഷെയറാണ് തരാൻ പോണത് ദൈവം. അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും 2 മക്കളും 3 മക്കൾ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ആരോഗ്യവും സൗകര്യവും സാഹചര്യവും പോലെ ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരട്ടെ. പക്ഷേ എന്തുമാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അത്രയും ടാപ്പിംഗ് പോയിൻ്റ് കൂടും, റേഷൻ കൂടും അത്രയും. നമ്മൾ റേഷൻ കാർഡ് അങ്ങനെയല്ലേ. നമ്മുടെ ആൾക്കാരുടെ 2 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം റേഷൻ കിട്ടും. ഇതുപോലെ ദൈവതിരുസന്നിധി കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ച് അനുഗ്രഹം കൂടും. അതുപോലെ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഇക്കണോമിക്സാണല്ലോ എടുത്തത്. കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പട്ടിണി കിടക്കുമെന്നല്ലേ പറഞ്ഞത്. അതല്ല, കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആൾ കൂടും, ദൈവത്തിൻ്റെ അടുത്ത് നമ്മളെ മുട്ടുകുത്താനുള്ള ആൾ കൂടും, കർത്താവ് ഞങ്ങളെന്ന് പറഞ്ഞതിനൊരർത്ഥം ഉണ്ടാകും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയല്ലേ ഈശോ പഠിപ്പിച്ചുള്ളൂ, അല്ലേ? ദൈവത്തിരുസേന ഒരു പ്രാർത്ഥന പഠിപ്പിച്ചുള്ളൂ. അതിൻ്റെ അകത്ത് ഞങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്, അല്ല ഞങ്ങളുടെ പിതാവേ. അപ്പോൾ തന്നെ അപ്പോൾ അവിടെ ഒരു ഭവന പ്രീ സപ്പോസ് ചെയ്യുന്നുണ്ട്. സക്കേവൂസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈശോ പറയും ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുക. അപ്പോൾ സക്കേവൂസാണ് കർത്താവുമായിട്ട് ഇൻട്രാക്ട് ചെയ്തെങ്കിലും അതിൻ്റെ അനുഗ്രഹം ചാനൽ ഔട്ട് ചെയ്ത് എല്ലാവർക്കും കിട്ടുകയാണ്. അത് വലിയ ഒരു എപ്പോഴും ഓർത്തേക്കണം. അത് പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളെ ദൈവഭവനമായി സംരക്ഷിച്ച് നിലനിർത്തണമേ. അപ്പം നിസ്സാര കാര്യങ്ങൾക്ക് ഒരിക്കലും ഈ ദൈവ സംവിധാനത്തിൽ ഒരു ഫോറിൻ മാറ്ററിനെ കയറ്റരുത്. നിങ്ങൾ ഒരു കുടുംബമായാൽ അവരിരുവരും ഒരു ശരീരമായി തീരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ മനസ്സിലാകാം മറ്റുള്ളതെല്ലാം ഫോറിൻ മാറ്ററാണെന്ന്. എന്താ കാര്യം? നിങ്ങൾ ഇരുവരും ഒരു ശരീരമായി തീരും. ഈശോ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിലെ ആ കോൺസെപ്റ്റ് ഈശോൻ്റെ കാലം വരുമ്പോൾ ഈശോ അതിന് അങ്കുലിയൻ ചാർത്തനുണ്ട്. ഈശോ അതിന് അത് പഴയ നിയമത്തിൽ ഒത്തിരി സംഭവം ഈശോ എടുത്തിട്ടില്ല. എടുത്ത കാര്യങ്ങൾക്കെല്ലാം ഈശോ റീസൈൻ ചെയ്ത് കൊടുക്കും. അതിലൊന്നാണ് ഭർത്താവും ഭാര്യയും ഒരു ശരീരമായി തീരുമെന്നുള്ളത്. അപ്പം നിങ്ങൾ ഓർക്കും, അച്ഛാ എങ്ങനെയാണ് അച്ഛാ ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് കൂടിയ കൊണ്ട് മാത്രം കാര്യമായില്ല. അതിന് വേണ്ടത് ഇപ്പം അന്നാളുകളിൽ എന്താണ്, മിശിഹാക്കാലം വരത്തില്ലേ? മിശിഹാക്കാലത്തിനെക്കുറിച്ച് എന്താ പറയണത്? അന്നാളുകളിൽ സിംഹവും അതുപോലെ തന്നെ കരടിയും സിംഹവും ഒരുമിച്ച് മേയും. കുഞ്ഞുങ്ങളെ സർപ്പത്തിൻ്റെ അളയിൽ കൈയിടും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 11:6. യെശയ്യാ 11:6. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. പണിയായി. അമ്മായിയമ്മയും മരുമകളും കൂടി ഒരുമിച്ച് വസിക്കുമെന്നാണ് പറയണത്. 2 സ്വഭാവമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇത് ഈശോക്ക് ദൈവത്തിന് അറിയാം ഇതിൻ്റെ അത് ചെന്നായും ഉണ്ട്. അതിനെ ചിലപ്പോൾ മരുമകളായിരിക്കും ചെന്ന, ചിലപ്പോൾ അമ്മായിയമ്മയായിരിക്കും ആട്ടിൻകുട്ടി. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ സംഭവത്തിന് ഒരുമിച്ച് താമസിക്കുമെന്ന് പറയണത് ആ ഭാഗം ഒന്ന് വായിക്കണം കേട്ടാ. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയണത് അനോയിൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണ്. അനോയിൻറ്റിങ് ഉണ്ടെങ്കിൽ ഇതിന് അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ
ഇങ്ങനെയുള്ള ചേരാത്തവ ചേർക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് അനോയിൻറ്റിങ് എന്ന്. അത് സ്പെഷ്യൽ അഭിഷേകം കിട്ടും നമുക്ക്. അടുത്ത വചനം വായിച്ചേ. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പണിയായി. പുള്ളിപ്പുലി അപ്പോൾ കടിച്ചു കയറുന്ന സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ ചിലപ്പോൾ ശാന്ത സ്വഭാവമുള്ള ആൾക്കാർ, നമുക്ക് സ്വരം കേൾക്കണതിന് അരിച്ചുമായിരിക്കും. ചില ആൾക്കാർ സ്വരത്തിലേ സംസാരിക്കത്തുള്ളൂ. ഇവിടെ സംസാരിച്ച ഭാര്യ പറയും, ഇവിടെ മനുഷ്യ പിള്ളേർ കേൾക്കാൻ മാത്രം സംസാരിക്കും, നാട്ടുകാർ മുഴുവൻ കേൾപ്പിക്കല്ലെന്ന് പറയും. ആ പുള്ളിപ്പുലിയാണ് സാധനം. നമ്മൾ ശാന്തം, നമുക്ക് സ്വരം കേട്ടിരിക്കുന്ന തലവേന വരും, നമ്മൾ കോലാടാണ്. അപ്പോൾ ഈ രണ്ട് സാധനത്തിന് ഒരുമിച്ച് ചേരാത്തതിനാണ് ചേർത്തിരിക്കണതല്ല, നിങ്ങൾ ചേരുന്നതിനല്ല. ദൈവം അവർക്ക് ചേർന്ന ഇണയെന്ന് പറയണത് ആ ചേരാത്തിനെ ചേർക്കുമ്പോൾ ചേർക്കാനുള്ളതിൻ്റെ ഒരു അഡ്ഹേഴ്സിയുണ്ട്. എന്താണത്? അത് കൃപയാണ്. അതായത് ഇപ്പോൾ ഒരു ഭർത്താവും ഭാര്യയും അവർ ചിലപ്പോൾ 11 കൊല്ലമൊക്കെ പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട്. അവിടെ ജോലി കുഞ്ഞുങ്ങളെ പോരണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ. പക്ഷേ അവർ തമ്മിലുള്ള വൈബ് കീപ്പ് ചെയ്യും പ്രാർത്ഥനയിൽ. ഇപ്പോഴാണെങ്കിൽ എന്ത് സുഖമാണ്, ഇലക്ട്രോണിക്സ് കാലഘട്ടത്തിൽ എന്ത് സുഖമാണ്. എല്ലാവരും കണ്ടുകൊണ്ട് സ്കൈപ്പിലും വീഡിയോയിലൊക്കെ അല്ല പ്രാർത്ഥിക്കണത്. ഒരിക്കലും ആരും അകന്നല്ല, നമ്മളെല്ലാവരും അടുപ്പിച്ചിരിക്കുകയാണ്. ഈ അപകട കാലഘട്ടത്തിൽ കെട്ടകാലം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും സുന്ദരമായൊരു കാലമാണിത്. പണ്ടൊക്കെ നമ്മളൊരു ട്രങ്ക് ബുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഫോണുള്ളവരുടെ വീട്ടിൽ പോയിട്ട് വേരിക്കെ പോയി പാത്ത് നിൽക്കണം. നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് അവർ 1.5 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മളെ വിളിക്കണത്. ആ 1.5 മണിക്കൂർ വരെ നമ്മൾ കൊതുകടിയും കൊണ്ട് നിൽക്കണം. ആ കാലമൊക്കെ ദൈവം മാറ്റിയില്ലേ? അതിൻ്റെ അകത്ത് ഈ കൃപാസനം പോലും ഇത്ര കണ്ട് സുവിശേഷം കയ്യേറുന്നത് എങ്ങനെയാണ്? പുതിയ സംവിധാനം വന്നുകൊണ്ടാണ്. പുതിയ സംവിധാനം ദൈവം തരുമ്പോൾ നന്ദി. ഇപ്പം AI വരാൻ പോണ്, ഒരു വലിയ ആധ്യാത്മിക അഭിഷേകത്തിൻ്റെ കാലമാണ് ദൈവം തരാൻ പോണത്. ഇനി ഒരു ആരും ഇപ്പം അറബി നാട്ടിൽ പോലും ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ AI പറയും. അവിടെ മിഷണറിമാർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, പള്ളി വെക്കാൻ പറ്റത്തില്ല, കൃപ എല്ലാം പറ്റത്തില്ല. പക്ഷേ AI കർത്താവ് നമ്മുടെ വിരൽത്തുമ്പിലാവും. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലോകത്തിന് കൈമാറുവാൻ ആരാധനയിലൂടെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമേ അച്ഛൻ പറഞ്ഞിരുന്നു, ഉടമ്പടി ബേസിക്കായിട്ട് അൾട്ടിമേറ്റായിട്ട് സാന്നിധ്യത്തിൻ്റെ സംവിധാനമാണ്. ദൈവത്തിന് എപ്പോഴും ഉള്ള ഒരു കൊതിയാണ് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. ദൈവം പറഞ്ഞാലും തീരാതെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. നിൻ്റെ പുറകിൽ ഞാനുണ്ട്, നിൻ്റെ മുമ്പിൽ ഞാനുണ്ട്, എന്തെല്ലാമാണ് പറയണത്. അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് നിറയത്തില്ലേ? ബൈബിൾ വായിക്കുമ്പോൾ ദൈവസ്നേഹത്തോട് വായിക്കാൻ നോക്കണം. അല്ലാതെ അച്ഛൻ പറഞ്ഞ് അരമണിക്കൂർ വായിക്കാൻ, എന്നാൽ അച്ഛൻ പറഞ്ഞ് എവിടുന്ന് വായിക്കാൻ, എവിടുന്ന് വായിക്കാം, എവിടെയെങ്കിലും വായിക്കടി. അപ്പോൾ അങ്ങനെയല്ല, വായിച്ച് തീർക്കണവർ അരമണിക്കൂർ ആയാലും പറഞ്ഞ് വായിച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യം. അപ്പോൾ ദൈവത്തിന് അറിയാം ചുമ്മാ കള്ളത്തരാണെന്ന് പറയാം. അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂറായ ക്ലോക്ക് കഴുത്ത് നീട്ടി ഭിത്തിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. വരെ കാര്യമുണ്ട്. ഇത് ദൈവസ്നേഹത്തിൽ. കാര്യം ദൈവം നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങൾക്കറിയാമല്ലോ, ഈ വചനത്തിന് ഇപ്പോൾ പണ്ടൊക്കെ ഈ കമ്പ്യൂട്ടറിലൊക്കെ വൈറസ് കയറുമ്പോൾ നമ്മൾ വേറെ ഒരു ആൻറ്റി വൈറസിൻ്റെ CD ഇട്ട് കൊടുക്കും. കമ്പ്യൂട്ടർ വൈറസ് കയറി കഴിഞ്ഞാൽ സ്റ്റക്കാകും, പ്രോഗ്രാമൊക്കെ ഡാമേജ് ആകും, ജാമാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ആൻറ്റി വൈറസിൻ്റെ CD വാങ്ങിച്ചിട്ട് ആ CD ഇട്ട് കൊടുക്കും. ഇപ്പോൾ മൈക്കലാഞ്ചലോ വൈറസ്, അവനാണ് ഇത്രയും നാൾ ഹാക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അയാളാണ്. അപ്പോൾ ആ വൈറസിന് പറ്റിയ CD ഉണ്ട് വരെ. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ ഈ CD അകത്ത് കയറിയിട്ട് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തുള്ള മുഴുവനും ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യും. ഇതുപോലെ നമ്മുടെ അകത്തുള്ള ദൈവത്തിൻ്റെ എതിരും, നമ്മളുടെ അകത്തുള്ള വിശ്വാസരാഹിത്യം, നമ്മുടെ അകത്തുള്ള ദൈവസ്നേഹക്കുറവ്, നമ്മുടെ അകത്തുള്ള അശുദ്ധി മുഴുവനും ന്യൂട്രലൈസ് ചെയ്യുന്നതിനാണ് ഈ വചനം വായിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ?
അതാണ് വചനം വായിക്കുമ്പോൾ ഉദ്ദേശം, അല്ല അറിവ് നേടാനല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ ന്യൂട്രലൈസ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ അതല്ലേ 15:3 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 15:3. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കൈയടിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ നന്ദി. ആരാധന. യേശുവേ പറഞ്ഞ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പൊ ഈ നമ്മളെ ശുദ്ധി എന്ന് പറയുന്ന വിശുദ്ധിയിൽ അത് ചില ദൈവത്തിന് നമ്മളതിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യണം വചനം വായിക്കുന്നതിലൂടെ. ദൈവത്തിന് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുഴുവൻ കാട് പിടിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തള്ളി മാറ്റി പൂച്ച ഉണ്ടാ, പട്ടി ഉണ്ടാ, കുറുക്കനുണ്ടാ എന്നൊക്കെ അങ്ങോട്ട് കിടന്ന് നോക്കി എന്ത് സ്ലോ ആയിരിക്കും അല്ലേ? പക്ഷേ നാഷണൽ ഹൈവേയിൽ വന്ന് കൃപാസനത്തിൽ ഇറങ്ങണമെന്ന് എന്ത് സ്പീഡാണ്. ഇതുപോലെ ദൈവത്തിനെയൊക്കെ പെട്ടെന്ന് പോയി ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ റോഡ് റെഡിയാക്കണത്. അതാണ് വചനം വായന എന്ന് പറയണത്. അരമണിക്കൂർ വചനം വായിക്കണം. അരമണിക്കൂർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അരമണിക്കൂറല്ലേ പറ്റത്തുള്ളതെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയണത്. അഭിഷേകം കിട്ടിയാൽ എത്ര മണിക്കൂർ വേണമെങ്കിൽ വായിക്കാം. അത് ഏറ്റവും ഡിഫിക്കൽട്ട് ടൈമിലാണ് വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് കത്തണത്. നിങ്ങൾക്കറിയാം വചനം നമ്മൾക്ക് പല കാലാവസ്ഥയിൽ വായിക്കാം. നമുക്കൊരു സന്തോഷമായിരിക്കുന്ന കാലത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സ്ലോ പ്രോസസ്സിങ് ആയിരിക്കും. നമുക്കിപ്പോൾ ഭർത്താവ് നമുക്ക് 2 അടി വെച്ച് തന്നിട്ട് അയാൾ പോയി വെള്ളം അടിച്ച് വന്നിട്ട് പിന്നെയും ഉടമ്പടി എടുത്തിട്ടും പോയി അയാൾ വെള്ളം അടിച്ച് ഈ പണ്ടാരത്തിൻ്റെ ആണ് ഈ കുടുംബം നശിപ്പിച്ച് തേച്ച് കഴുകുക. ഇയാൾ ചത്തെങ്കിൽ നമുക്ക് ഇയാളില്ലാതെ ഉടമ്പടി എടുക്കാൻ വരുന്നതെന്ന് പറയും. കാര്യം പൊറുതിമുട്ടിട്ട് പറഞ്ഞു പോണതാണേ. പുള്ളി വന്നിട്ടില്ല. ഇയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നീയെങ്കിൽ നീ കർത്താവ് ഈ മനുഷ്യനെ സ്നേഹിക്കാൻ എനിക്ക് അഭിഷേകം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, എന്നിട്ടിരുന്ന് വചനം വായിക്കണം. എല്ലാവരും വചനം വായിച്ചപ്പോൾ ദൈവം രക്ഷപ്പെടുത്തി എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങളെ നിറഞ്ഞ കണ്ണോടി വായിച്ച കാലവും ചിരിച്ച ചിരിയോട് വായിച്ച കാലവും 2 ഹാർവസ്റ്റിംഗ് ആണ്. ഒന്ന് 30 മേനിയും ഒന്ന് 60 മേനിയുമാണ്. നിറഞ്ഞ കണ്ണോടെ വചനം വായിച്ചതും ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് വചനം വായിച്ചതും 2 മേനിയാണ്. ചിരിച്ചുകൊണ്ട് വായിക്കണം 30 മേനിയും, നിറഞ്ഞ കണ്ണോടെ വായിച്ചാൽ 60 മേനിയുമാണ്. വെച്ചാൽ അതായത് ഇപ്പം നീ രോഗിയായി, നീ കുറച്ച് കിടപ്പിലായെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് കിടപ്പിലാകണം നല്ലതാണ്. അയ്യോ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ കിടപ്പിലായെന്ന് ചോദിച്ചില്ലേ? കിടപ്പിലായെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ കുറച്ച് ദൈവത്തിൻ്റെയൊക്കെ അടുപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഞാൻ 2.5 മാസമൊക്കെ ആശുപത്രി കിടന്നിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ 2.5 മാസം ഗവൺമെൻറ് ആശുപത്രി കിടന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം നമ്മൾക്കറിയാം, ബ്രദറായിരുന്ന സമയത്തും അച്ഛനായ സമയത്ത് പോലും ഞാൻ 1.5 മാസമൊക്കെ അച്ഛനായിട്ട് പോലും 1.5 മാസം ആശുപത്രി കിടന്നിട്ടുണ്ട്. ഈ മതിലകം ആശുപത്രിയിൽ അപ്പുറത്ത് മന്ദിരം ആശുപത്രി കിടന്നിട്ടുണ്ട്. അത് 1-2 ആഴ്ചയില്ലയോ? അപ്പോൾ ബ്രോങ്കൈറ്റിസ് അഫക്ഷൻ ഇത് വന്നു കഴിഞ്ഞാൽ തൊണ്ട പഴുത്ത് ശ്വാസത്തിൽ കഫം കയറി കഴിഞ്ഞാൽ പിന്നെ ന്യൂമോണിയായി ടൈഫോയിഡ് വരെ എത്തി ചാകണവരെ എത്തിയിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം പ്രെയർ ചെയ്യും ശരിക്കും. നമ്മൾക്ക് അല്ലെങ്കിൽ എന്തുമാത്രം ഫോൺ വിളിയും, എന്തുമാത്രം ആൾക്കാർ നമ്മളെ മീറ്റിങ്ങിന് വിളിക്കുന്നത്, അവിടെ വിളിക്കണേ, ബിഷപ്പ് ഹൗസ് വിളിക്കണേ, നാട്ടിൽ വിളിക്കണേ, വെഞ്ചരിക്കാൻ വിളിക്കണേ, നമുക്ക് തന്നെ നമ്മളെ കിട്ടാനില്ല. പിന്നെയാണ് നമുക്ക് ദൈവത്തിൽ നമ്മളെ കിട്ടണത്. നമുക്ക് തന്നെ നമ്മളെ കിട്ടണില്ല, പിന്നെ എങ്ങനെ ദൈവത്തിന് കിട്ടണത്? അപ്പോൾ നമ്മൾ പറയുന്നത് സമയമില്ല എന്നൊക്കെ പറയും. പക്ഷേ ചില സമയത്ത് നമ്മൾ ആശുപത്രി കൊണ്ടിടും. അതിൻ്റെ അർത്ഥം എന്താണ്? നിനക്ക് ആവശ്യത്തിന് സമയം ഞാൻ എഴുതി തന്നിരിക്കണം എന്നാണ് പറയണം. ഇനി കാര്യം ഒരിക്കലും ഒരു സംഭവം നടന്നു, അതൊക്കെ നിങ്ങൾ അറിയണം നല്ലതായിരിക്കും തോന്നണേ. ഞാനിങ്ങനെ ഈശോ തന്നെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും എനിക്ക് നല്ല പനി കയറി, പണ്ടാരം പിടിച്ച പനി. അപ്പോൾ അന്ന് ആലുവയിൽ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞാൻ. എന്തോ സെമിനാരിയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ വ്യാഴാഴ്ചയാണ്. അപ്പോൾ അവിടെ നിന്ന് വ്യാഴാഴ്ചയാണ് ഈ ചീപ്പ് പൗഡർ സോപ്പൊക്കെ വാങ്ങിക്കണത്. അപ്പം അങ്ങനെ ഇറങ്ങിപ്പോയി. പക്ഷേ എനിക്ക് തിരിച്ച് സെമിനാരി പോകാൻ പറ്റണില്ല. പനി തലക്ക് കൊണ്ട് എന്നിട്ട് സർവാംഗം വിറക്കുകയാണ്.
വിറച്ച അവസാനം ഞാൻ ആ പ്രൈവറ്റ് ബസ്സിൽ തിരിച്ചു വരാൻ നേരത്ത് ആ ജനകീയ വടിയെ തൂങ്ങി നിൽക്കുകയാണ്. ആൾക്കാർ നല്ല ഇടിയാണ് ബസ്സിനകത്ത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും ഈ ബസ് പോണ റൂട്ടിൽ എവിടെയെങ്കിലും ആശുപത്രി ഉണ്ട്? അപ്പോൾ എന്നോട് പറഞ്ഞു അശോകപുരത്തുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അശോകപുരത്തിലേക്ക് വണ്ടി ഇപ്പോൾ ആ റൂട്ടിൽ പോകണം. അപ്പോൾ ചെമ്മേരി കഴിഞ്ഞ് പിന്നെയും പോകണം, പെരുമ്പാവൂർ സൈഡിലേക്കാണ്ട് പോകണം. അപ്പോൾ ആ സൈഡിലേക്ക് പോകണം. അപ്പോൾ ഞാൻ അവിടെ പോയി ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് സെമ്മേരിലോട്ടൊന്നും വിളിച്ചില്ല. ബ്രദറാണെന്ന് മാത്രം കാഷ്വാലിറ്റി പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്ത് ആരുമില്ല. കാര്യം ബോധമില്ലാത്ത കണ്ടീഷനാണ്. പിന്നെ അവർ ഇഞ്ചക്ഷനൊക്കെ തന്നെ കിടത്തി. ഞാൻ പിറ്റേ ദിവസം സെമയിലോട്ട് വിളിച്ച്, അവിടെ ആർക്കും ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ അമ്മയ്ക്ക് നാട്ടിൽ നിന്നും വരാൻ പറ്റത്തില്ല. കാര്യം അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത കാരണം പുറത്ത് പോകത്തില്ല. അപ്പോൾ അതിനേക്കാൾ ഗതികേടാകും. അപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ല. സെമിനാറിലാണെങ്കിൽ പരീക്ഷയുമാണ്. സെമിനാറിൽ പരീക്ഷ കാരണം അവരാർക്കും ഇവിടെ നിൽക്കാൻ പറ്റും. അപ്പം ഞാനും ഉണ്ട്, എൻ്റെ കട്ടിലുമുണ്ട്. അപ്പോൾ എന്നോട് അവിടുത്തെ ഇൻഫർമേറിയൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ചികിത്സിക്കേണ്ടത് നമ്മളാ. പക്ഷേ മരുന്ന് വില കൊണ്ടും തരണത് അയാളാണ് ഇവിടെ നോക്കണം. പുതപ്പ് വേണം എന്നൊക്കെ ചോദിക്കണതും. അപ്പം ഞാൻ പറഞ്ഞ് കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. കിങ് ജെയിംസ് വേർഷനാണ് ഏറ്റവും ടോപ്പ് ബൈബിള്, എംപാറ്റിക് റോയൽ ഇംഗ്ലീഷിൽ കിടക്കണം. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം അടുത്ത ദിവസങ്ങളാണ് വാങ്ങിച്ചിരിക്കണത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആ ബൈബിൾ ഒന്ന് എടുത്തു വരാൻ പറഞ്ഞു. അതേ ഞാൻ ചോദിച്ചോളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. ബ്രദർ ആ ബൈബിൾ തന്നിട്ട് ബ്രദർ പോയി. പനിയൊക്കെ എല്ലാവർക്കും നാട്ടിൽ വന്നതല്ലേ, അതൊന്നും അവർക്ക് പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. ആരും നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. കാര്യം ആരെയും ബുദ്ധിമുട്ട് നമ്മളെന്തിനാണ് കൂടെ നടത്തുന്നത്? ഞാൻ ഈ ടൈം മുഴുവനും ഒരു 72 മണിക്കൂർ പനിയുമായിട്ടുള്ള യുദ്ധമായിരുന്നു. 103 പനിക്ക് അഡ്മിറ്റ് ചെയ്തതാണ്. എന്നിട്ട് അവിടെ കിടന്ന് ഉള്ള ഓർമ്മയിൽ ഈ ബൈബിൾ മുഴുവനും വായിച്ച്, കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് മുഴുവൻ വായിച്ച് 72 മണിക്കൂർ കൊണ്ട് അത് വായിച്ചു തീർത്ത്. പക്ഷേ ഇന്നും അതിൻ്റെ അഭിഷേകം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ അന്ന് തിയോളജിയിലോട്ട് പ്രവേശിച്ചിട്ടില്ല, ബിലോസൈ പഠിക്കുന്ന കാലമാണ്. അപ്പോഴേ ആ കാലത്താണ് ഇത് വായിച്ചിരിക്കണത്. അപ്പോൾ ഇത് വായിച്ചോടുകൂടി അന്ന് മുതൽ എനിക്ക് മനസ്സിലായി ഈ ബൈബിള് നമ്മൾ പറയണ പുസ്തകമല്ലെന്ന് മനസ്സിലായി. കർത്താവിനെ പഠിപ്പിച്ചതാണ് ശരിക്കും, എന്നെ മാറ്റി നിർത്തി പഠിപ്പിച്ചതാണ്. അതായത് ഇത് നമ്മൾ പറയുന്ന ഒരു അറിവ് തരണത് യേശുവിൻ്റെ ജീവചരിത്രമോ ഒന്നുമല്ല, അതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി ഈ പ്രപഞ്ചത്തെ നയിച്ച് ഭരിക്കുന്ന ശക്തിയുടെ ശ്വാസനിശ്വാസങ്ങളാണ് നമ്മളെ ഇങ്ങനെ എംപവർ ചെയ്യണത്. അതിനാണ് അഭിഷേകം എന്ന് പറയണത്. അപ്പോൾ ബൈബിൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കിസ് ചെയ്യണം. എന്നിട്ട് ഇരുന്നുണ്ട് ഇഷ്ടമുള്ള തുറന്ന് വായിച്ചാൽ മതി. ബൈബിളിനൊരു ഗുണമെന്ന് പറയണത് നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നെ ആ ടെക്സ്റ്റ് 30 എടുത്ത് 30-21 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പറഞ്ഞേ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി ഇതിലേ പോവുക. അപ്പം കാണാത്ത ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന, ഇപ്പോൾ നമുക്ക് പിന്നിൽ എന്ന് പറയുമ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ അല്ലേ, മുമ്പിലാണ് കാണാൻ പറ്റും. അപ്പോൾ കാണാൻ പറ്റാത്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ റീസണബിൾ അല്ലാത്ത കാര്യങ്ങൾ, അതാണ് ബൈബിളിൽ പിന്നിലെന്ന് പറയുന്നതാണ്. അപ്പം യുക്തിപരമായിട്ട് നമുക്ക് കാണാവുന്നത് മനസ്സിലാക്കാവുന്നതൊക്കെ ഉണ്ട്. പക്ഷെ പിന്നിലെന്ന് പറയുമ്പോൾ നമുക്കൊരു യുക്തിയുമില്ല, നമുക്ക് കാണുന്നില്ല, നമുക്കവിടെ ഒരു ടാഞ്ചിബിളായിട്ട് യുക്തിസഹമായിട്ട് ഉള്ള ഒരു സ്പേസ് അല്ല. പിന്നിൽ നിന്നാണ് ഈ സ്വരം കേൾക്കുന്നത്. ചില സമയത്ത് നമ്മൾക്ക് ബുദ്ധിപരമായ നമ്മുടെ അറിവ്, മുന്നറിവ്, നമ്മുടെ അറിവ് എല്ലാം അതിൻ്റെ അപ്പുറത്ത് എപ്പോഴും ബൈബിളിൽ നിന്ന് ദൈവത്തിന് ഒരു പിന്നുണ്ട്. എന്നുവെച്ചാൽ പുറകുവശം മനുഷ്യനെ കണ്ണോ കാതോ കൊണ്ട് കണ്ണോ കൊണ്ടോ കൈ കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാത്ത ഒരു അഭവമായ അജ്ഞാതമായ കോണിൽ നിന്നുകൊണ്ട് ദൈവം നമ്മളോട് സംവേദിക്കും. അതിൻ്റെ അകത്ത് ഒരു സാധനമാണ് അതിലൊരു സംഭവമാണ് ബൈബിൾ എന്ന് പറയണത്. അപ്പം ഇപ്പോൾ നമ്മൾക്ക് പഠിച്ചവരോട് പറയുകയാണെങ്കിൽ അവർ ചിരിക്കും ഉടനെ. ബൈബിളിൽ നിന്ന് കർത്താവ് പറഞ്ഞെന്നൊക്കെ അല്ലേ ആൾക്കാർ പറയണത്. ആൾക്കാരുടെ അനുഭവങ്ങൾ ഔദ്യോഗിക സഭയുടെ അനുഭവങ്ങളെക്കാൾ മുകളിലാണ് ഇപ്പോഴേ. പക്ഷെ ഔദ്യോഗിക സഭയ്ക്ക് അത് അറിയത്തില്ല.
ഞാൻ അച്ഛനായ കാലം മുതൽ 38 കൊല്ലം മുതൽ 37ാമത്തെ കൊല്ലം മുതൽ ജനങ്ങളുടെ കൂടെയാണ്. അപ്പോൾ ജനങ്ങളുടെ ആധ്യാത്മിക അനുഭവങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയാണ്. അപ്പോൾ ആധ്യാത്മിക അവരുടെ സിമ്പിളായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ജനങ്ങൾക്കുള്ളത്. സിമ്പിളാണ്, പക്ഷേ കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ഉള്ളത്. ഈ അനുഭവ തലങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബുദ്ധി നമ്മൾ അഡ്ഹിയർ ചെയ്യേണ്ടി വരും. അത് അക്കാഡമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഈ ജന്മത്തിൽ പറ്റത്തില്ല. അതാണ് സഭയെ ദൈവം നയിച്ചത് എല്ലാം. ഈ കഴിഞ്ഞ 500 കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വിൻസെൻ്റ് ഇപ്പോൾ അതൊരു ലേമനാണ് തുടങ്ങിയത്, സഭയെ നയിച്ചത്. അതുപോലെ തന്നെ നമ്മളുടെ ഇതില്ലേ BCC, അതും തുടങ്ങണത് അൽമേര തുടങ്ങിയത്, അല്ലാതെ സിനഡല്ല തുടങ്ങിയത്, അൽമേര തുടങ്ങിയത്. അപ്പോൾ അൽമേരയുടെ ദൈവാനുഭവങ്ങൾ 500 കൊല്ലത്തെ ദൈവാനുഭവങ്ങളെന്ന് പറയുമ്പോൾ സഭയെ നയിച്ച ഒരു അണ്ടർലൈൻ ചൈതന്യത്തിലൂടെ ദൈവം സഭയെ ശക്തമായി നയിക്കുക. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ആരാണത്? അത് എന്തെങ്കിലും ഒരു സിനഡ് കൂടിയിട്ട് തീരുമാനിച്ചതാണ്? അല്ല, അതൊരു ലേമൻ മൂവ്മെൻറ്റാണ്. സഭയെ നവീകരിച്ച ശക്തിപ്പെടുത്തിയ എല്ലാ മൂവ്മെൻറ്റുകളും നമ്മുടെ ജ്ഞാനസ്ഥാനത്തിൻ്റെ പിൻബലത്തിൽ ദൈവം അൽമേരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവം തുടങ്ങി വെച്ച ദൈവത്തിൻ്റെ സ്വന്തം സംരംഭങ്ങളാണ്. അതിലൂടെയാണ് സഭ ഇത്രയും നാൾ നയിച്ച് ഭരിച്ച് പോന്നിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ മതി, ഓരോ ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ സാധാരണ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളും സാധാരണ മനുഷ്യൻ സഭയെ പണിതുയർത്താൻ വേണ്ടി ദൈവം പാവപ്പെട്ടവന് ഉപയോഗിച്ചതും നോക്കാനാണെങ്കിൽ നമ്മൾക്ക് ഇനിയും ഭയങ്കര പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാര്യം ഇനിയും ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കാരണം നിങ്ങളിലൂടെ കേൾക്കുന്ന ദൈവാനുഭവങ്ങളും ദൈവാനുഭവത്തിൻ്റെ ഓരോ വ്യത്യസ്തങ്ങളായ അനുഭൂതികളും ആന്തരിക ബോധ്യങ്ങൾക്ക് പറ്റിയ സാക്ഷ്യവും സാക്ഷ്യത്തിന് പറ്റിയ വേദസാക്ഷ്യമോ രക്തസാക്ഷ്യമോ എന്തു തന്നെ ആയാലും സഭയെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി അറിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അഭിഷേകം എന്ന് പറയുന്ന ബൈബിള് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങള് പാരായണം ചെയ്യുന്നതിനായി അങ്ങനെക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. വചനം ദൈവസ്നേഹത്തോടെ വായിച്ച് അഭിഷേകം പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യവചനം, നിത്യവചനം, മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം, നിത്യവചനം, മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ സഭയെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടാകണം. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല, കാര്യം സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം. അപ്പോൾ എൻ്റെ ചർച്ചിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും സങ്കടവും എനിക്ക് പണ്ടുണ്ടായിരുന്ന സാധനമാണ്. എപ്പോഴും സഭയെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും സഭയുടെ വലിയ വലിയ വാർത്തകളിൽ സന്തോഷിച്ചും ഒക്കെ ദൈവത്തെ ഇഷ്ടപ്പെട്ടു പോയൊരു കാലമുണ്ട്. അപ്പം നിങ്ങൾക്ക് സഭയെ ഇഷ്ടപ്പെട്ടു പോയാൽ സഭയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരല്ലേ സഭയെ, അത് നിങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലേ. ഞങ്ങളാരും ചന്തലിൽ നിന്ന് ചൊവ്വയിൽ നിന്ന് വന്ന ആൾക്കാരല്ല. നിങ്ങളൊക്കെ പെറ്റ് വീട്ടിൽ വളർത്തിയിട്ട് സഭയിൽ ചെന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ അത് ഒരുമിച്ച് സഹിച്ചാൽ മതി. അല്ല, ആരും പഴിചാറ്റൊരു കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ടത് ഒരുമിച്ച് സഹിക്കുന്നതിനേക്കാൾ ഉപരി ഒരുമിച്ച് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും വിഷയം സഭയിൽ കേട്ടാൽ അത് സാത്താൻ അത് മുതലെടുക്കും. സഭയിലേക്ക് വിശ്വസിക്കാൻ ആശയം അർപ്പിച്ചവർക്ക് അവരുടെ അവലംബങ്ങൾ തകർക്കുന്നതിന് വേണ്ടി സാത്താൻ അങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ ചിലർക്ക് മാനസികമായ വിഭ്രാന്തികൾ കുഞ്ഞുനാൾ മുതലേ ഉണ്ടാവും. ഇപ്പോൾ 2-3 കന്യാസ്ത്രീമാരൊക്കെ ആത്മഹത്യ ചെയ്തില്ലേ?
അപ്പോൾ നിങ്ങളൊക്കെ കന്യാസ്ത്രീമാരെ ആത്മഹത്യ ചെയ്താൽ അതല്ല എന്താ കാര്യം? ആർക്കെങ്കിലുമൊക്കെ ഈ കുടുംബപരമായിട്ട് ആത്മഹത്യാ പ്രവണതകളുണ്ടാവും. ആ പിടികിട്ടത്തില്ല. നമുക്ക് ഇവരെ എടുക്കണ കാലത്തൊന്നും പിടികിട്ടത്തില്ല. അവർ വളർന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ പോകുമ്പോൾ മാത്രമേ അവരുടെ ആ മനസ്സിൻ്റെ ബലക്ഷയങ്ങൾ അവരെ തളർത്തിയിട്ട് അവർ അതിൻ്റെ ആ വികാരം അനുസരിച്ച് പ്രവർത്തിച്ചു പോകും. അപ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും. സങ്കടമൊന്നും വരണ്ട. അവർ പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ തന്നെ പോയിട്ടുള്ളവരാണ്. പിന്നെയുള്ള കാര്യങ്ങൾ ഫിൽറ്ററിംഗ് ഒന്നും നടക്കത്തില്ല. പണ്ടൊക്കെ ഫിൽറ്ററിങ് നടക്കുമായിരുന്നു. ഇന്നിപ്പോൾ ദൈവവിളി കുറവായത് കാരണം ഫിൽറ്ററിങ് നടക്കത്തില്ല. പിന്നെ നിങ്ങളാണെങ്കിൽ വെച്ചാൽ ദൈവത്തോട് സ്നേഹമില്ല. നിങ്ങളൊരു വയറ്റിപ്പിഴപ്പ് ക്രിസ്ത്യാനിയായിട്ട് അങ്ങ് ജീവിക്കുകയാണ്. അതെനിക്ക് ഓരോ ദൈവത്തിന് ഇപ്പോൾ ഒരു 4 മക്കളുള്ളവർ അല്ലെങ്കിൽ 3 മക്കളുള്ളവർ 2 മക്കളുള്ളവർ ഒരാളെ ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കുകയാണെങ്കിലുണ്ടല്ലോ, തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥന കേൾക്കും. ഇവർ പ്രാർത്ഥിക്കത്തില്ല. എങ്ങനെ അച്ഛനാക്കരുത്, എങ്ങനെ കന്യാസ്ത്രീ ആക്കരുതെന്നാണ് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യണത്. 6 പ്രസവിച്ചാലും 7 പ്രസവിച്ചാലും നിങ്ങൾ തന്നെ വേണം. ഈ നിങ്ങൾ പ്രസവിച്ച സംഭവത്തിന് നിങ്ങൾ തന്നെ ഉപയോഗിക്കണമെങ്കിൽ പന്നിയല്ലേ പ്രസവിച്ച കുഞ്ഞുങ്ങളെ തിന്നണത്? ദൈവത്തിന് കൊടുക്കണ്ടേ? ഈ പ്രസവിച്ച് കഴിയുമ്പോൾ എന്ത് പന്നി വളർത്തുന്ന ആൾക്കാരെന്താ ചെയ്യണത്? പ്രസവിക്കുകയാണെങ്കിൽ പന്നിയുടെ സ്വരത്തിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ തന്നെ പന്നിയുടെ ആൾക്കാർ മുതലാളി എന്നിട്ട് അടുത്ത് നിൽക്കും. പ്രസവിക്കണ എടുത്ത് മാറ്റും. അല്ലെങ്കിൽ ഗർഭച്ചൂലെന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനം അതിനെ തിന്നും. നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തി ജോലി മേടിച്ച് കൊടുത്ത് അവരുടെ പണം കൊണ്ട് നമ്മൾ തന്നെ ജീവിക്കുക. സഭയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ദൈവവിളിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുസ്ഥിതി നിങ്ങൾ ആരാണെന്നൊന്നും ഞാൻ പറയണില്ല. അത് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും അബദ്ധം പറ്റിയ മനസ്സിലായത്. ഒരാളെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടതായിരുന്നു എന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞാൻ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എനിക്കിനി പ്രസവിക്കാനോ കുഞ്ഞുങ്ങളെ അങ്ങേക്ക് നൽകാനോ നിവൃത്തിയില്ലെങ്കിലും ആ വിഷയം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭയിൽ നല്ല ദൈവവിളി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ പരിശ്രമിക്കാം. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അഭിഷേകമുള്ള ധാരാളം ദൈവവിളികൾ നൽകി ധന്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, എന്റെ സർവവും എടുത്തുകൊള്ളുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പം ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടണം, സുവിശേഷം ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് ഈ വചനം വായിക്കണമെങ്കിൽ വചനം പെട്ടെന്ന് അഭിഷേകമാകും. അല്ല, ദൈവത്തിനൊരു പ്രയോജനമില്ലാതെ നിങ്ങളിത് വായിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് അഭിഷേകം ഈ ബോയിലിംഗ് പോയിൻ്റ് കൂട്ടണം. ബോയിലിംഗ് പോയിൻ്റ് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ജീവിത രീതികളിൽ നിന്ന് ദൈവത്തെ അറിയാത്തൊരു കാര്യമുണ്ടല്ലോ. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. ദൈവത്തെ അറിയാത്തൊരു കാലഘട്ടം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അറിഞ്ഞിട്ട് അംഗീകരിക്കാത്ത കാലഘട്ടം, ദൈവത്തെ അറിഞ്ഞിട്ട് അറിവനുസരിച്ച് ജീവിക്കാത്ത കാലഘട്ടം, ഒരു കാലഘട്ടം അജ്ഞതയുടെ കാലഘട്ടം. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ അജ്ഞതയുടെ കാലഘട്ടം ദൈവം പിന്നെ അത് കൗണ്ട് ചെയ്യത്തില്ല. അജ്ഞതയുടെ കാലഘട്ടത്തെ പ്രവർത്തനങ്ങൾ 17:30 അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. ഒന്ന് പറഞ്ഞേ, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല.
എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇതൊരു കൽപ്പനയാണ്, ഉടമ്പടിയിലൂടെ വന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ്. അപ്പം അതിൻ്റെ അത് എല്ലാ ആൾക്കാരും ഉണ്ട്. ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അതിനൊന്നും വായിച്ച് എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പറഞ്ഞേ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ആഗ്രഹമല്ല, പിന്നെ എന്താണ്? ആജ്ഞാപനമാണ്. അപ്പം നമുക്ക് ഓപ്ഷൻ ഇല്ല. ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തേ മതിയാവത്തുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവേ എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളെയും ഞാൻ ഉൾപ്പെടുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അറിയാത്ത എന്റെ അജ്ഞതയുടെ പഴയ കാലങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെടുന്ന ഉടമ്പടിയുടെ പുതിയ കാലം എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ആരാധന ആന്തരിക അനുതാപമെന്ന വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപ സകലരും സർവം സമർപ്പിക്കുക. സകലരുമണഞ്ഞിടും സമയം സമാഗത